അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, എല്ലാവർക്കും തേൻമൊഴിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. സ്കൂളൊക്കെ തുറന്ന് പുതിയ സുഹൃത്തുക്കളെ കിട്ടി ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും എന്നെനിക്കറിയാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പേരാണ് അല്ലേ? ഒരു സ്വഹാബിയുടെ പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ആ പേര് കിട്ടാനുള്ള കാരണവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധവും നമുക്ക് ഒരു ചരിത്രം വരച്ച് കാട്ടുന്നുണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വെച്ച് ഒരു പൂച്ചക്കുട്ടിയെടുത്ത് തൻ്റെ കീശക്കുള്ളിൽ വെക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ഇടയുണ്ടായി. അങ്ങനെ ഈ ഒരു കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ അബാ ഹുറൈറ. അങ്ങനെയാണ് അബൂ ഹുറൈറ എന്നുള്ള പേര് ഈ സ്വഹാബിക്ക് കിട്ടിയത്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേരെന്താണ് കൂട്ടുകാർക്ക് അറിയോ? അബ്ദുറഹ്മാൻ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ യഥാർത്ഥ പേര്. ഈ അബൂ ഹുറൈറ എന്ന് പറയുന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടുകൊടുത്ത പേരാണ്. ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ച. അബൂ ഹുറൈറ എന്ന് പറയുന്ന പേര് വരാൻ കാരണം അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി, ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി. അപ്പോൾ അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിയുടെ പിതാവേ എന്നുള്ള അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് അള്ളാഹു സൃഷ്ടിച്ച ധാരാളം സൃഷ്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? ചെറിയ പൂച്ച ആയിക്കോട്ടെ, അതുപോലെ തന്നെ മൃഗങ്ങൾ, പക്ഷികൾ, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളോടൊക്കെ നമുക്ക് കരുണ കാണിക്കണം, അവരെ സ്നേഹിക്കണം. ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ആ ജീവികൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. നായ്ക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്ത് പോയ കഥ നമ്മളെല്ലാവരും പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ജീവികളെ നമുക്ക് നല്ല നിലക്ക് അവരോട് കരുണ കാണിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ഇർഹംകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ധാരാളം അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നല്ല രീതിയിൽ കരുണ കാണിക്കാനും അവർക്ക് പ്രയാസം സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കഥയും കൂടി പറഞ്ഞു തരാം. നമ്മുടെ ഒരു സുഹൃത്ത് നടന്നു പോകുന്ന സമയത്താണ് ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞിനെ നിലത്ത് വീണ രീതിയിൽ കാണുന്നത്. അങ്ങനെ ആ അണ്ണാൻ കുഞ്ഞിനെ എടുത്ത് അതിന് പാലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ആ അണ്ണാൻ കുഞ്ഞിനെ വളർത്തി വലുതാക്കി പിന്നീട് അതിനെ മരത്തിലേക്ക് വിടുമ്പോൾ ആ ഒരു കുട്ടിക്ക് ലഭിച്ച സന്തോഷം ഇന്നും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് ജീവികളോട് കരുണ കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ല മക്കളായി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ